ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ബുഷ്ര റഷീദ്. ഇന്ന് ഞാൻ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു പ്ലം കേക്കും അതിൻ്റെ കൂടെ കുടിക്കാനുള്ള നല്ലൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പിയുമാണ് കാണിക്കുന്നത്. എല്ലാവരും കാണണം, ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിന് ഞാനൊരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് റേസിൻസ്, കറുത്ത മുന്തിരി, ഉണക്കമുന്തിരി, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് കുരുവൊക്കെ കളഞ്ഞ് കഷ്ണിച്ചെടുത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചെറീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഇതിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. ഓവർനൈറ്റ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. വിത്തൗട്ട് ആൽക്കഹോൾ എന്നുള്ളത് കൊണ്ടാണ് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഓറഞ്ച് ജ്യൂസിന് പകരം പൈനാപ്പിൾ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. ഇത് ശരിക്കും അല്ലെങ്കിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് ബ്രാൻഡിയിലും വിസ്കിയിലൊക്കെയാണ്. നമ്മളത് ഒഴിവാക്കിയിട്ടാണ് ജ്യൂസ് എടുക്കുന്നത്. ഇനി അടുത്തതായി ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കണം. ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലിട്ട് ചൂടാവുമ്പം അത് പഞ്ചസാര മെൽട്ടായി വരുന്നത് വരെ വെക്കുക. മെൽട്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. അത് നല്ലവണ്ണം മെൽട്ടായി ബ്രൗൺ കളറായി വരണം. നമ്മുടെ കാരമലൈസ് ചെയ്യുന്നില്ലേ, കാരമൽ കസ്റ്റേർഡിനൊക്കെ, ഇപ്പം ആ ഒരു പാകത്തിലായിട്ടുണ്ട്. പക്ഷെ അത്രയും പോരാ. നമുക്കത് ഒന്നുകൂടെ കുറുകി നല്ല പത വരുന്ന ഒരു പരുവത്തിലാവും. ആ ഒരു പത വരുന്ന പരുവത്തിലാകുന്ന സമയത്ത് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ അതിലേക്ക് ഞാനൊരു കപ്പ് തിളച്ച വെള്ളം വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് പൊട്ടലും ചീറ്റലും ഒക്കെ വരും, കയ്യിലൊക്കെ തെറിക്കും. ഇതാകുമ്പം കുറച്ച് ഒരു ശമനം ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഇതിപ്പോൾ പത വരുന്നുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുപ്പിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാലും ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇതിൻ്റെ കളറ് മാറാനും ടേസ്റ്റ് ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരാനും ചാൻസ് ഉണ്ട്. ഇതിലേക്കിനി ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം ഇതിൻ്റെ ഒരു ചൂട് പോയിട്ട് ഒഴിക്കുമ്പം അങ്ങനെ പെട്ടെന്ന് അധികം പൊട്ടിത്തെറിക്കൽ ഉണ്ടാവില്ല. അത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടുപ്പിൽ വെച്ച് ആ 1 കപ്പ് വെള്ളം എന്നുള്ളത് 1/2 കപ്പ് ആകുന്നത് വരെ വറ്റിച്ചെടുക്കാം. ആദ്യമേ ഈ സിറപ്പ് ഉണ്ടാക്കി വെക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂടാറേണ്ടതാണ്. നല്ലവണ്ണം ചൂടാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് കാരണം ഇത് ആദ്യം ഈ സിറപ്പ് ഉണ്ടാക്കി വെക്കണം. ഇതിപ്പം കുറുകി ഒരു 1/2 കപ്പ് ആയിട്ടുണ്ട്. ഇതിന് ചൂടാറുമ്പോൾ ഒന്നുകൂടെ തിക്കായി വരും. ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. അടുത്തതിന് ഞാൻ ഒരു 1/4 കപ്പ് ബദാമും പിസ്തയും എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കാഷ്യൂവും കൂടെ എടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത് നമ്മൾ ഈ മാവിലേക്ക് ഇടുമ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സ് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, മുട്ടയുടെ വൈറ്റും യെല്ലോവും സെപ്പറേറ്റ് ചെയ്യണം. ഒരു ബൗളിലേക്ക് 180 ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര, 2-3 ഏലക്കായ്, 2 പട്ട, ഗ്രാമ്പ്, ഒരു ചെറിയ പൊടി
ചെറിയ പീസ് ജാതിക്കയും കൂടെ ഇട്ട് പൊടിച്ചെടുത്തതാണ്. ബട്ടർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്താൽ മതി. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് മുട്ടൻ്റെ യെല്ലോ ഓരോന്നായിട്ട് ഇട്ട് ബീറ്റ് ചെയ്യുക. ഇട്ടിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരിച്ചെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഈ മിക്സിനെ മാറ്റി വെച്ച് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് നല്ലവണ്ണം ബീറ്റ് ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. എൻ്റെ അൺസോൾട്ടഡ് ബട്ടർ ആയിരുന്നു. ഇനി നമുക്ക് ഈ വിസ്ക് അങ്ങോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മൈദയിൽ കോട്ട് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം.
എക്സസ് വരുന്ന മൈദ ഇതിൽ ചേർക്കേണ്ടതില്ല. ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി മൈദ മാറ്റിക്കളയാം. ഇതിലേക്ക് ഈ എഗ് വൈറ്റ് പകുതിയായി ചേർത്ത് മിക്സ് ചെയ്യാം. ഫോൾഡ് ചെയ്ത് മാത്രമേ എടുക്കാവൂ. ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് മിക്സിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് ഞാനൊരു 2 ഡ്രോപ്പ് ഓറഞ്ച് എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബുഷിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഓറഞ്ച് എസൻസ് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ ഇതിൽ ഓറഞ്ച് ജ്യൂസ് കൂടെ മിക്സ് ചെയ്തത് കൊണ്ടാണ് ഓറഞ്ച് എസൻസ് ഉപയോഗിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വനില വേണമെങ്കിൽ വനില ഉപയോഗിക്കാം. പൈനാപ്പിൾ ജ്യൂസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓവണ് പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാത്രം ഇവിടെ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഓവണിൽ വെക്കാനും ഒന്ന് ഗ്യാസിൽ വെക്കാനും വേണ്ടിയിട്ടാണ്. 2ലും ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചതാണ്. എല്ലാം ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് കാഷ്യൂ വെച്ച് കൊടുക്കാം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം. കൺവെൻഷൻ, മൈക്രോ, സ്റ്റാർട്ട്, പിന്നെ ടൈമർ. ഇത്രയാണ് ഇതിൽ പ്രസ് ചെയ്യേണ്ടത്. 20 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതും ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. മേലയിൽ കുറച്ച് കളറ് കൂടിപ്പോയി. ഇതിൽ എന്ന് വെച്ചാൽ ഡിഗ്രി സെറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം എപ്പോഴും കറക്റ്റ് കിട്ടില്ല. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ എടുത്ത് മാറ്റാം. കേക്ക് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സൈഡൊന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കാം.
നല്ല അടിപൊളി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് മേലയിലൊന്ന് കളറ് കൂടിപ്പോയി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കേക്കിൻ്റെ കൂടെ ഒരു ഡ്രിങ്ക് കൂടെ വേണ്ടേ? അത് നമുക്ക് നല്ലൊരു ഗ്രേപ്പ് ജ്യൂസ് ആവാം. പൾപ്പ് എടുത്തിട്ടുള്ള പൾപ്പിൻ്റെ ഇങ്ങനെ ഓരോ ബൈറ്റ് കിട്ടുന്ന ഒരു നല്ലൊരു ഗ്രേപ്പ് ജ്യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പൾപ്പ് എടുത്തിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രേപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. ഇതൊന്ന് ബോയിലായിട്ട് വരുമ്പം തന്നെ അതിൽ നിന്ന് ഉള്ളുന്ന ആ ഒരു പൾപ്പിങ്ങനെ വിട്ട് വരും. അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് ചൂടാറാൻ വെച്ച് കഴിയുമ്പം അത് ചൂടാറി കഴിഞ്ഞാൽ അതിൽ നിന്ന് പൾപ്പ് എടുത്ത് നമുക്ക് മാറ്റാം. ആ പൾപ്പ് എടുത്ത് മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സും കൂടെ മാറ്റിക്കളയാം. എങ്കിൽ കഴിക്കുമ്പം ആ സീഡ്സ് വായിലേക്ക് വരില്ല. അതിൻ്റെ സീഡ്സും കൂടെ എടുത്ത് മാറ്റിക്കളയാം. പൾപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള സീഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു തൊലിയും ആ ജ്യൂസും ഉണ്ടല്ലോ, അതൊന്നും ഒരു മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ല കളറുള്ളതും നല്ല കൊഴുപ്പുള്ളതുമായിട്ടുള്ള ജ്യൂസ് കിട്ടും. അത് അരിച്ചെടുക്കാം. ബോയിൽ ചെയ്തെടുത്ത് കഴിയുമ്പം തന്നെ ഗ്രേപ്പിന് നല്ല കളറ് കിട്ടും. നല്ല ബ്ലാക്ക് ഗ്രേപ്പ് ആണെങ്കിൽ നല്ല കളറായിരിക്കും. ഇപ്പോൾ ഒരു ലൈറ്റ് റോസ് കളറുള്ള ഗ്രേപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു കളർ. ബോയിൽ ചെയ്തപ്പോഴുള്ള ജ്യൂസ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ഷുഗർ അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്തിട്ട് അടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ളത് കിട്ടിയത്. ഇനി ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാനൊരു 2 ഡ്രോപ്പ് ടോണോവിൻ എസൻസ് കൂടെ ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ അതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. എൻ്റെ ഫേവറേറ്റ് കേക്കും ഫേവറേറ്റ് ജ്യൂസുമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടിപൊളി പ്ലം കേക്കും ഗ്രേപ്പ് ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.